വെൽക്കം ബാക്ക് ടു പൈതൺ ബൂട്ട് ക്യാമ്പ്. ഈ ഒരു സെഷനിൽ നമ്മൾ ഡാറ്റ കൺവേർഷനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് കണ്ടെത്തേണ്ടത്. ഇത് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കമൻറ്റ് ചെയ്യുകയാണ്. കമൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹാഷ് എന്ന് പറയുന്ന സൈൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കോമൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ഇതൊരിക്കലും എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ പർപ്പസിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഒരു വേരിയബിളിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസോ എല്ലാം നമുക്ക് കോമൻ്റായിട്ട് നൽകാനായിട്ട് സാധിക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാനിവിടെ നൽകുകയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് യൂസർ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഇൻപുട്ട് ചെയ്ത് നൽകേണ്ടത്. എന്തൊക്കെയാണ്? അതായത് നമ്പർ ഓഫ് പീപ്പിൾ, രണ്ടാമത് ഏരിയ, അതായത് ലാൻഡ് ഏരിയ. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ് അത് പറയാം. പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു population density ഈക്വൽസ് എന്താണ്? അതായത് നമ്പർ ഓഫ് പീപ്പിൾ ഡിവൈഡഡ് ബൈ ലാൻഡ് ഏരിയ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ നമുക്ക് എന്തൊക്കെ ഇൻപുട്ടുകളാണ് നമുക്കിവിടെ വേണ്ടത്? അതായത് നമ്മുടെ കീബോർഡിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് നൽകണം. എന്തൊക്കെയാണ് നൽകേണ്ടത്? നമ്പർ ഓഫ് പീപ്പിൾ, അതായത് പോപ്പുലേഷൻ. രണ്ടാമത് എന്താണ്? ലാൻഡ് ഏരിയ. നമുക്കത് ഏരിയ ആയിട്ട് ഇവിടെ പറയാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നൽകണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് പോപ്പുലേഷൻ ഇൻപുട്ട് നമ്മുടെ കീബോർഡിൽ നിന്ന് സ്വീകരിക്കണം. അതിന് ഞാൻ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പോപ്പുലേഷൻ. ഇവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഞാൻ ഒരു വാല്യൂ കീബോർഡിൽ നിന്ന് സ്വീകരിക്കുകയാണ്. അതിനായിട്ട് ഇൻപുട്ട് ഒരു പ്രോംപ്റ്റാണ് ഞാൻ നൽകുന്നത്. ഇൻപുട്ട് എൻ്റർ പോപ്പുലേഷൻ. ഓക്കെ, അതായത് ഇവിടെ ഞാൻ ഒരു സ്ട്രിങ് ഇൻപുട്ടാണ് നൽകുന്നത്. അതായത് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ഞാൻ ഇൻപുട്ടായിട്ട് ഇവിടെ സ്വീകരിക്കുന്നത്. ഓക്കെ, അത് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുക? പോപ്പുലേഷൻ എന്ന് പറയുന്ന വേരിയബിളിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുക. ഓക്കെ, ഇനി അടുത്ത എന്താണ് എനിക്ക് ഇൻപുട്ടായിട്ട് വേണ്ടത്? ഏരിയ ആണ് വേണ്ടത്. അതായത് ലാൻഡ് ഏരിയയാണ്. ഞാൻ ഇവിടെ ഷോർട്ടായിട്ട് ഏരിയ എന്നാണ് ഉപയോഗിക്കുന്നത്. ഏരിയയിലേക്ക് എന്താണ് വേണ്ടത്? ഇൻപുട്ട് ഏരിയയാണ് ഇൻപുട്ട് ലഭിക്കേണ്ടത്. അതായത് ഇവിടെയും ഞാൻ നൽകുകയാണ് ഇൻപുട്ട് പ്രോംപ്റ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പോപ്പുലേഷൻ എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 45 എന്ന് നൽകി, ഏരിയ 7.8 എന്നും നൽകി. ഒന്നും തന്നെ സംഭവിച്ചില്ല. കാരണം എന്താണ്? നമ്മൾ ഇൻപുട്ട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ, അല്ലേ? നമ്മളിനി നമ്മുടെ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യണം. അതായത് എനിക്കിപ്പോൾ പോപ്പുലേഷൻ ലഭിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എനിക്ക് ഏരിയയും ലഭിച്ചിട്ടുണ്ട്. ഇനി എന്താണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്? പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്? നമ്പർ ഓഫ് പീപ്പിൾ ഡിവൈഡഡ് ബൈ ലാൻഡ് ഏരിയ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പോപ്പുലേഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലാൻഡ് ഏരിയയാണ്, അല്ലേ? അപ്പോൾ നമുക്കിനി പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ കണ്ടെത്തിയാൽ മതി. അതിനായിട്ട് ഞാൻ നൽകുകയാണ് പോപ്പുലേഷൻ അണ്ടർസ്കോർ ഡെൻസിറ്റി ഈക്വൽസ് പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, ഇത് ഞാനൊരു പാരന്തസിസിൽ നൽകുന്നു. ഓക്കെ, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് എൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി പ്രിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് പ്രിൻറ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി
ഇവിടെ ഞാനൊരു കോളം നൽകുകയാണ്. അതിനുശേഷം എൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി നൽകുന്നു. അതിന് ഞാൻ കൺകാറ്റനേഷനാണ് യൂസ് ചെയ്യുന്നത്. പ്ലസ് അതിന് ഞാനൊരു പ്ലസ് സൈൻ യൂസ് ചെയ്തു. അതിനുശേഷം അതിനുശേഷം ഞാൻ സ്പേസ് നൽകി. അതിനുശേഷം പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് നൽകി. ഓക്കെ, ഇനി നമ്മുടെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കവിടെ പോപ്പുലേഷൻ വന്നിരിക്കുകയാണ്. ഞാൻ 1000 എന്ന് നൽകുന്നു. അതുപോലെ തന്നെ ഏരിയ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ഏരിയ ഞാനിവിടെ ഒരു 40 എന്ന് നൽകുകയാണ്. അപ്പോഴേക്കും നമുക്ക് എററാണ് വന്നിരിക്കുന്നത്. അതായത് ടൈപ്പ് എററാണ്. അതായത് അൺസപ്പോർട്ടഡ് ഓപ്പറാൻഡ് ടൈപ്സ് ഫോർ STR ആൻഡ് STR എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ സ്ട്രിങ്ങിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അതായത് നമ്മൾ ഇൻപുട്ട് വഴി അല്ലെങ്കിൽ നമ്മുടെ പ്രോംപ്റ്റ് വഴി സ്വീകരിച്ച വാല്യൂ എല്ലാം തന്നെ എന്താണ്? സ്ട്രിങ് ആണ്, അല്ലേ? കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് മാത്രമാണ്, നമ്പർ അല്ല. അതല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് വാല്യൂ അല്ല. എല്ലാം തന്നെ എന്താണ്? ഒരു സ്ട്രിങ്ങിൻ്റെ പാറ്റേണിലാണ് നമ്മൾ ഇൻപുട്ട് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ ഒരു എറർ വന്നത്. അപ്പോൾ ഇവിടെയാണ് പൈത്തണിലെ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം വളരെ ഉള്ളത്. ഓക്കെ, ഇത് എങ്ങനെ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും? പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും, അല്ലേ? നമ്മൾ പോപ്പുലേഷനായിട്ട് നൽകുന്ന ഇൻറ്റീജർ ആയിരിക്കും. ഒരിക്കലും പോപ്പുലേഷൻ ഒരു ഡെസിമൽ പോയിൻ്റ് നമ്പറുള്ള നമ്പറായിട്ട് വരില്ല. കാരണം എന്താണ്? പോപ്പുലേഷൻ എപ്പോഴും ഇൻറ്റീജറായിട്ടായിരിക്കും കാണുക. അതുപോലെ തന്നെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡെസിമൽ പോയിൻ്റ് ഉള്ളതായിരിക്കും. കാരണം നമ്മൾ യൂഷ്വലി ഏരിയ മെഷർ ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റിലാണ്, അല്ലേ? അതുകൊണ്ടാണ് അവിടെ നമുക്ക് ഫ്ലോട്ടിംഗ് ടൈപ്പ് വാല്യൂ ആയിരിക്കും വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൺവേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കൂ. അതിനായിട്ട് ഇപ്പോൾ എൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിലൊരു സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ്ങിനെ ഞാൻ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനായിട്ട് ഇൻറ്റ് ഓഫ് പോപ്പുലേഷൻ എന്ന് നൽകുന്നു. കൂൾ. ഇനി എന്താണ് എനിക്ക് അടുത്ത ചെയ്യേണ്ടത്? എൻ്റെ ഏരിയനെ എന്താക്കി മാറ്റണം? അതായത് ഒരു ഫ്ലോട്ടിംഗ് നമ്പറാക്കി മാറ്റണം. അതായത് ഓൾറെഡി ഏരിയ എന്താണ്? ഒരു സ്ട്രിങ് ആയിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനെ എന്താക്കി മാറ്റണം? ഒരു ഡെസിമൽ പോയിൻ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന നമ്പറാക്കി മാറ്റണം. ഓക്കെ, അതിനായിട്ട് ഫ്ലോട്ട് ഓക്കെ, നൈസ്. ഇനി ഞാൻ വീണ്ടും എൻ്റെ പ്രോഗ്രാം റൺ ചെയ്യണം. ഞാൻ പോപ്പുലേഷൻ നൽകുന്നു 6000. ഇനി ഏരിയ ഞാൻ നൽകുന്നു 56.78 എന്ന് നൽകുന്നു. ഓക്കെ, വീണ്ടും എനിക്ക് എറർ ലഭിച്ചിരിക്കുകയാണ്. എന്താണ്? അതായത് എൻ്റെ കാൽക്കുലേഷൻ എല്ലാം നടത്തി എൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നതിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്തു. യഥാർത്ഥത്തിൽ ഇപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ടൈപ്പ് എന്തായിരിക്കും നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായിട്ട് പ്രിൻറ്റ് ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ദെൻ ഞാൻ വീണ്ടും റൺ ചെയ്യുന്നു. പോപ്പുലേഷൻ 6000. ഓക്കെ, എന്താണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോട്ട് ടൈപ്പാണ്. ഓക്കെ, ഞാനിവിടെ അതിനെ ആക്സസ് ചെയ്ത് എവിടെയാണ്? ഒരു സ്ട്രിങ്ങിൻ്റെ കൂടെയാണ് കൺകാറ്റനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഇതിനെ ഞാൻ എൻ്റെ സ്ട്രിങ്ങിലേക്ക് ആക്സസ് ചെയ്യുമ്പോഴേക്കും, അതായത് ഞാൻ പ്രിൻറ്റ് ചെയ്യുമ്പോഴേക്കും എന്താക്കി മാറ്റണം? അതിനെ ഒരു സ്ട്രിങ് ആക്കി മാറ്റണം. അതിനായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് STR എന്ന് നൽകിയാൽ മതി. STR ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഓക്കെ, നമുക്കിനി റൺ ചെയ്യാം. പോപ്പുലേഷൻ 6000. ഏരിയ ഞാൻ നൽകുന്നു 58.78. ഓക്കെ, നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി 102 എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഇവിടെ എനിക്ക് ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ വീണ്ടും വേണമെങ്കിൽ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോഴേക്കും നമുക്ക് ഈ ഡെസിമൽ പോയിൻറ്റ്സിന് ശേഷമുള്ള വാല്യൂസ് നമ്പേഴ്സ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് STR ഓഫ് ഇൻറ്റ് ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് നമുക്ക് റൺ ചെയ്യാം. ഓക്കെ,
അപ്പോൾ നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി 101 എന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെ ഒരു ഡേറ്റയെ മറ്റൊരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന്. ഈ പ്രോഗ്രാം നിങ്ങൾ ചെയ്ത് നോക്കുക.